ചാതുര ശുശ്രൂഷ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും നിസ്വാർത്ഥമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ മാതൃകയാവുകയും ചെയ്ത വ്യക്തി. പത്മശ്രീ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്കർഹനായ ലോകപ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഷെവലിയാർ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രോഗികൾ വരുമ്പോൾ ഞാൻ മിക്കവാറും പറയാറുണ്ട്, അവർ വന്ന് എന്നോട് പറയും, ഡോക്ടറെ നന്ദി, കാഴ്ച കിട്ടി, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തിനാണ്. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ആയുധം മാത്രമാണ്. പഴയ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെല്ലാം പ്രാർത്ഥന ഒരു വലിയൊരു നിയമപരമായിട്ട് ദിവസവും പ്രാർത്ഥന എന്ന് പറഞ്ഞത് എല്ലാ കുടുംബങ്ങളിലും അന്നുണ്ടായിരുന്നു. ഇന്ന് സംഗതികളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ അമ്മയും ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിർബന്ധമായിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, വൈകുന്നേരം സന്ധ്യാ നമസ്കാരം ചെയ്യുക, കൊന്തയില്ലുക, ഇതൊക്കെ വളരെ ദിവസവും ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങൾ വളർന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോളേജൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഈ ആത്മീയതയിലൊരു ചലനമുണ്ടായി. ഇതൊക്കെ ശരിയാണോ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ദൈവമുണ്ടോ? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നാച്ചുറലായിട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പഠനകാലത്തും എൻ്റെ ഈ പ്രൊഫഷണൽ കോളേജ് സമയത്തുമൊക്കെ ഈ ദൈവത്തിനോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. പക്ഷേ പള്ളിയിൽ പോകും. അത് നിർബന്ധമായിട്ട് പള്ളിയിൽ പോകേണ്ടത്. ഞായറാഴ്ച എവിടെ പോയാലും പള്ളി ഉണ്ടെങ്കിൽ പള്ളി കണ്ടുപിടിച്ച് പോകും. ഞാൻ പറയുന്നത് ഇതാണ്, ഞാൻ നല്ല കത്തോലിക്കാണ്. എന്താ തെറ്റ്? ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരിക്കാനാണെങ്കിൽ വർഷത്തിൽ 2-3 തവണയെങ്കിലും കുമ്പസാരിക്കും. പിന്നെ ഞാൻ പൊതുജന സേവനം നടത്തുന്ന ക്യാമ്പുകളിൽ പോകുന്ന ഞായറാഴ്ച പാവങ്ങൾക്ക് സഹായം നൽകുന്നു. ഇതിൽ കൂടുതൽ എന്താ ക്രിസ്ത്യാനി ആയാലുണ്ട്? പിന്നെ ഇതിൽ കൂടുതൽ എന്താ പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഈ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതായത് ഈ ആദ്യത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഇത് ഹാർട്ട് അറ്റാക്ക് ഒന്നും ആയിരിക്കില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ കാർ ഓടിച്ച് ഇവിടെ വന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞു, എനിക്കൊരു വേദന ഉണ്ടായി വെച്ചാൽ അത് അൾസറായിരിക്കും, മരുന്നൊക്കെ കഴിച്ച് കിടന്നു. രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് വന്ന് മേജർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭാര്യ അവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടെ ആശുപത്രിയിൽ എത്തിച്ചു. നല്ല ഡാമേജ്, സീരിയസ് ഹാർട്ട് അറ്റാക്കായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻ എല്ലാവർക്കും ഇതാണ്, വൈ ഗോഡ് ഹാസ് ഡൺ ദിസ് ടു മീ. അതായത് ഞാൻ ഇതൊക്കെ ചെയ്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി അതെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ട് എന്നെ മാത്രം? അത് കഴിഞ്ഞ് അവിടെ ഒരു മാസത്തോളം കിടന്ന് വളരെ സീരിയസ് ആയിരുന്നു. കോട്ടയിൽ നിന്ന് പനക്കലച്ചൻ വന്നു, നായ്ക്കമ്പറമ്പിലച്ചൻ വന്നു, ഒക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടുന്ന് ധ്യാനം കൂടി. അന്ന് മുതലാണ് എൻ്റെ ദൈവത്തിൻ്റെ ഒരു അടുപ്പം എനിക്കുണ്ടായത്. ആദ്യം എനിക്ക് വന്നെങ്കിലും ദൈവം എന്നെ തയ്യാറാക്കിയതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ചിന്താഗതി എന്നെ മാറ്റിയത് ഹാർട്ട് അറ്റാക്കിലാണ്. അന്ന് മുതൽ ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും വഴി. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അത് കഴിഞ്ഞ് എല്ലാം സുഖമായിരുന്നു എന്നൊന്നുമല്ല പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ കുരിശുകളുണ്ടായിട്ടുണ്ട്, വളരെയധികം കുരിശുകളുണ്ടായിരുന്നു. പക്ഷെ വളരെ വ്യത്യാസമുണ്ട്. ആദ്യം തന്ന കുരിശിന് ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞെങ്കിൽ രണ്ടാമത് പിന്നെ ഉണ്ടായ കുരിശുകൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയായിരുന്നു.